സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. അതിക്രമങ്ങൾ എണ്ണിപ്പറഞ്ഞ് കെ രമ. അപമാനമായ മറ്റൊരു കേസ് ഉണ്ടായിരിക്കുന്നു. ക്രിക്കറ്റ് അസോസിയേഷൻ നേതാവ് ഈ നമ്മുടെ ക്രിക്കറ്റ് പഠിക്കാൻ വേണ്ടി പോകുന്ന കൊച്ചു മക്കളെ, പെൺകുട്ടികളെ അതിന്റെ ഭാഗമായി ലൈംഗികമായി പീഡിപ്പിക്കുകയും ആ കുട്ടികളുടെ അശ്ലീല വീഡിയോ ഫോട്ടോ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കുട്ടികൾക്ക് നേരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആരാണ്? മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ബ്രിജ്ഭൂഷണെതിരെ കേന്ദ്രം എടുത്ത നിലപാടല്ല KCAയുടെ കോച്ചിനെതിരെ സർക്കാർ സ്വീകരിച്ചത്. കേസിൽ സ്വീകരിച്ച നിലപാടല്ല കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ചത്. സർ, അയാളെ അറസ്റ്റ് ചെയ്ത് അയാൾ റിമാൻഡിലാണ്. അയാൾക്കെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. സഭ വിട്ട് പ്രതിപക്ഷം. ആലപ്പുഴ പൂച്ചാക്കലിൽ ദലിത് യുവതിയെ നടുറോഡിൽ മർദ്ദിച്ചവർ പിടിയിൽ. അറസ്റ്റിലായത് ഷൈജു, ശൈലേഷ് എന്നിവർ. അതിക്രമം യുവതിയുടെ സഹോദരങ്ങളെ മർദ്ദിച്ചതിൽ പരാതി നൽകിയതിനെ തുടർന്ന്. ക്ഷേമ പെൻഷൻ കാലാനുസൃതമായി സർക്കാർ വർദ്ധിപ്പിച്ചുവെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കും. ക്ഷേമാനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഈ കുടിശ്ശിക നിവാരണം ഒരു സമയബന്ധിത പരിപാടിയായി ഏറ്റെടുത്ത് നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ചട്ടം 300 പ്രകാരമുള്ള പ്രസ്താവനയിൽ കേന്ദ്രത്തിനും വിമർശനം. കൊച്ചി കുണ്ടന്നൂരിൽ സ്കൂൾ ബസിന് തീപിടിച്ചു. തീപിടിച്ചത് തേവര SH സ്കൂൾ ബസിന്. കുട്ടികളെ ഇറക്കിയതിനാൽ ഒഴിവായത് വൻ ദുരന്തം. മലയാറ്റൂരിൽ കിണറ്റിൽ വീണ കുട്ടിയാനയെ രക്ഷപ്പെടുത്തിയ അമ്മയാന. ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. കാട്ടാന ശല്യത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. നാറ്റോ ഉച്ചകോടിക്ക് വാഷിംഗ്ടണിൽ തുടക്കം. യുക്രൈൻ സ്വതന്ത്ര രാഷ്ട്രമാകുന്നതോടെ യുദ്ധം അവസാനിക്കുമെന്ന് ജോ ബൈഡൻ. യുക്രൈന് കൂടുതൽ പിന്തുണ ഉറപ്പാക്കാൻ അമേരിക്ക. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ കാനഡയെ തകർത്ത് അർജന്റീന ഫൈനലിൽ. ജയം എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. യൂറോ കപ്പിൽ ഫ്രാൻസിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് കീഴടക്കി സ്പെയിൻ ഫൈനലിൽ. യൂറോ കപ്പ് ചരിത്രത്തിൽ ഗോൾ നേടുന്ന പ്രായം കുറഞ്ഞ താരമായി ലാമിൻ യമാൽ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമത്തിന്റെ പേരിൽ